ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രാഫിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. സിലബസിൽ എന്തൊക്കെയാണുള്ളത്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ആണ്. ഗ്രാഫിക്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയായിരുന്നാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡ്രോയിങ് ബോർഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഡ്രാഫ്റ്റർ സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കി. ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷനാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷനാണ് നമ്മൾ ആദ്യം ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോണിക് സെക്ഷൻസ് എന്ന പാർട്ടാണ്. വാട്ട് ഈസ് എ കോണിക് സെക്ഷൻ? A cone is a surface generated by the rotation of a straight line whose one end is in contact with a fixed point while the other end is in contact with a closed curve. നമുക്ക് ഒരു കോണിക് സെക്ഷനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അതായത് ഒരു ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഒരു എൻഡ് ഒരു ഫിക്സ്ഡ് പോയിന്റിലോട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതർ എൻഡ് എവിടെയാണുള്ളത്? ഒരു ക്ലോസ്ഡ് കേർവിൽ കോണ്ടാക്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ കിട്ടുന്ന സെക്ഷനെയാണ് നമ്മൾ കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്. ദ റൊട്ടേറ്റിംഗ് സ്ട്രെയിറ്റ് ലൈൻ ഈസ് കോൾഡ് ജനറേറ്റർ. ദ ഫിക്സ്ഡ് പോയിന്റ് ഈസ് കോൾഡ് അപ്പെക്സ് ഓർ വേർട്ടെക്സ്. ദ ക്ലോസ്ഡ് കേർവ് ഈസ് കോൾഡ് ബേസ്. The line joining the center of the circle to the apex is called axis. നമുക്ക് കോണിക് സെക്ഷൻ, അതായത് കോണിൻ്റെ ഫിഗർ കാണുമ്പം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് നോക്കാം. ഇതാ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്യാം. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ഇവിടെ ഫിക്സ്ഡ് ആണ്. അതർ എൻഡ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് കേർവ് ആണല്ലോ. ഈ ക്ലോസ്ഡ് കേർവിൽ ഇരിക്കുകയാണെന്നാണ് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞത്. അപ്പം ഒരു എൻഡ് ഫിക്സ്ഡ് പോയിന്റിലും അതർ എൻഡ് ഒരു ക്ലോസ്ഡ് കേർവിലും ആണെങ്കിൽ ഈ ലൈനിനെ നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ഒരു കോൺ കിട്ടി. അതാണ് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യം. ഇനി ഈ ഫിക്സ്ഡ് പോയിന്റിന് നമ്മൾ എന്താണ് പറയുന്നത്? അപ്പെക്സ് എന്നാണ് പറയുന്നത്. ഇനി ഏത് ലൈനാണോ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ആ സർഫസ് ഡെവലപ്പ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ ഫിക്സ്ഡ് ആക്സിസ്, അതായത് ഈ ക്ലോസ്ഡ് കേർവിന്റെ സെൻട്രലിൽ നിന്ന് നമ്മളുടെ അപ്പെക്സുമായിട്ട് ജോയിൻ ചെയ്യുന്ന ലൈനിനെയാണ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഈ കോണിക് സെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. കോൺ എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോണിക് സെക്ഷൻ എന്താണെന്നാണ്. കോണിക് സെക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോണിനെ നമ്മൾ ഒരു സർഫസുമായിട്ട് ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ആ ഇന്റർസെക്ഷൻ പോയിന്റിൽ ജനറേറ്റ് ചെയ്യുന്ന ഷേപ്സിനെയാണ് നമ്മൾ കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ പ്ലെയിൻ ഏത് ഇൻക്ലിനേഷനിലാണോ ഈ കോണിനെ കട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്സ് ഒബ്റ്റെയിൻ ചെയ്യും. ഇതിനെയാണ് ജനറലി കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി പ്രധാനമായിട്ടും പരാബോള, എലിപ്സ്, ഹൈപ്പർബോള, പിന്നെ സർക്കിൾ, ഇങ്ങനെ 4 കോണിക് സെക്ഷൻസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലിപ്സ് എന്താണെന്നാണ്. എ കോണിക് ഈസ് ദ സെക്ഷൻ ഒബ്റ്റൈൻഡ് വെൻ എ റൈറ്റ് സർക്കുലർ ഡബിൾ കോൺ ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ അറ്റ് ഡിഫറെന്റ് ആംഗിൾസ് വിത്ത് ദ ആക്സിസ് ഓഫ് ദ കോൺ. അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന 2 കോണുകളാണ്. അതാണ് ഡബിൾ കോൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു കോണ്, അതിന്റെ അപ്പെക്സിൽ മറ്റൊരു കോണ്. ഈ ഡബിൾ കോണിനെ നമ്മൾ ഈ ബ്ലാക്ക് കളറിൽ ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഒരു സർഫസ് ആണ്. അപ്പം ഈ സർഫസ് ഇൻക്ലൈൻഡ് ആയിട്ടാണ് എന്തിനെ കട്ട് ചെയ്യുന്നത്? ഈ കോണിനെ കട്ട് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഈ സർഫസിന്റെ ഷേപ്പ് ആണ് എന്ത്? എലിപ്സ് എന്ന് പറയുന്നത്. അപ്പം എലിപ്സിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? സിമ്പിൾ ആയിട്ട് ഒന്നുമില്ല. ഇവിടെ ഒരു കോൺ ഉണ്ട്. ആ കോണിനെ ഈ ഒരു പ്ലെയിൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ സർഫസിനെയാണ് നമ്മൾ എലിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ.
ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രാഫിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. സിലബസിൽ എന്തൊക്കെയാണുള്ളത്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ആണ്. ഗ്രാഫിക്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയായിരുന്നാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡ്രോയിങ് ബോർഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഡ്രാഫ്റ്റർ സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കി. ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷനാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷനാണ് നമ്മൾ ആദ്യം ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Next one, hyperbola. Hyperbola, a conic is a section obtained when a right circular double cone is cut by a section plane at different angles with the axis of the cone in theta equal to 0 and cutting plane not passing through the apex. ഇവിടെ പറയുന്നത് ഇതാണല്ലോ എപെക്സ്. ഈ എപെക്സിലൂടെയല്ല ഈ കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യുന്നത്. കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള ആക്സിസിന് പാരലൽ ആയിട്ട് ഇവിടെയാണ് പാസ് ചെയ്യുന്നത്. പക്ഷെ അത് ഒരിക്കലും ഈ അപെക്സിലൂടെയല്ല പാസ് ചെയ്യുന്നത്. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ, പ്ലെയിൻ പാസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഷേപ്സ് ആണ് എന്ത്? റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എ കോണിക് സെക്ഷൻ ഈസ് ഒബ്റ്റൈൻഡ് when a right circular double cone is cut by a section plane at different angles with the axis of the cone. ഇതിൽ എ എന്ന് പറയുന്നത് സെമി കോൺ ആംഗിൾ ആണ്. എ തീറ്റ എന്ന് പറയുന്നത് അത് കട്ട് ചെയ്ത് എന്ന ആംഗിൾ ആണ്. അതായത് അത് ഒരു ഫിഗറിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. വെൻ തീറ്റ ഈക്വൽ ടു 0 കട്ടിംഗ് പ്ലെയിൻ പാസിംഗ് ത്രൂ ദ അപെക്സ്. തീറ്റ 0 ആകുമ്പോൾ കട്ടിംഗ് പ്ലെയിൻ അപെക്സിലൂടെ പാസ് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും ഫോം ചെയ്യുന്ന? ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. വെൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി കട്ടിംഗ് പ്ലെയിൻ നോട്ട് പാസിംഗ് ത്രൂ ദ അപെക്സ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? സർക്കിൾ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഈ ഡബിൾ കോണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇതിലൂടെ ഈ ലൈനിലൂടെയാണല്ലോ ഇതിന്റെ ആക്സിസ് പാസ് ചെയ്യുന്നത്. ഈ ആക്സിസിൽ നിന്ന് ഈ സൈഡിലോട്ടുള്ള ആംഗിൾ ആണ് എന്ത്? കോൺ ആംഗിൾ, ഹാഫ് ഓഫ് കോൺ ആംഗിൾ. ഇത് മൊത്തം എത്രയായിരിക്കും? കോൺ ആംഗിൾ ആയിരിക്കും. അപ്പം ഇതിന്റെ ഹാഫ് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെ ആയിരിക്കും. ഇനി ഈ പ്ലെയിന് ഇതാണല്ലോ ഇവിടെ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് പ്ലെയിന്. ഈ പ്ലെയിന് എത്ര ഡിഗ്രി ഇൻക്ലിനേഷനിൽ നിന്നാണെന്നുള്ളതാണ് തീറ്റ. അതാണ് നമ്മൾ നേരത്തെ സൈഡിലൊക്കെ കണ്ടിരുന്ന തീറ്റയും ഹാഫ് കോൺ ആംഗിളും. എന്തായാലും ഒരു തവണയും കൂടെ പറഞ്ഞുതരാം. ഇവിടെ ഒരു ആക്സിസ് ഉണ്ടാവും അല്ലെ? ഈ കോണിന് ഒരു ആക്സിസ് ഉണ്ടാവും. ഈ ആക്സിസിൽ നിന്ന് ഈ ജനറേറ്ററിലോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഹാഫ് കോൺ ആംഗിൾ. ഇനി ഈ പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ എത്രയാണോ അതാണിത് തീറ്റ എന്ന് നോട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊജക്ഷൻസിനെ കുറിച്ചിട്ടാണ്. ഇനി എന്താണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നതിന് മുന്നേ നമ്മളിപ്പം നമ്മളുടെ കയ്യിൽ നമ്മൾ എന്തിനാണ് ഈ പ്രൊജക്ഷൻ ഒക്കെ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ക്യൂബ്, നമുക്ക് ഒരു കോൺക്രീറ്റിന്റെ ക്യൂബ് നമുക്ക് കാസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റിന്റെ ഒരു പെർട്ടിക്കുലർ ഷേപ്പ് നമുക്ക് 3 ഡയമെൻഷണൽ സാധനം നമുക്ക് കാസ്റ്റ് ചെയ്യണം. അപ്പം നമുക്ക് അത് നമ്മൾ 3D ആയിട്ട് തന്നെ വരയ്ക്കുകയാണെങ്കിൽ, ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് നമ്മൾ 3D ആയിട്ട് തന്നെ വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഒരു ക്യൂബ് നമ്മൾ 3D ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ആക്ച്വൽ ലെങ്ത്ന്ന് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. 3D ആയിട്ട് വരയ്ക്കുമ്പോൾ ഫേസിലൊക്കെ കറക്റ്റ് ആയിട്ട് വരും. പക്ഷേ ബാക്കിയുള്ള ഡിസ്റ്റൻസുകളൊക്കെ വരയ്ക്കുമ്പോൾ ചിലപ്പം അത് ആക്ച്വൽ ഉള്ളതിനേക്കാളും കുറച്ച് കുറവായിട്ട് വരും. ഈ 3D ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധനം ക്യൂബ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ആക്ച്വൽ ഡയമെൻഷൻസ് നമുക്ക് ആക്ച്വൽ ഡയമെൻഷൻസിന്റെ നമുക്ക് മനസ്സിലാവില്ല എത്രയാണെന്ന്. സംഭവം ഒരു ക്യൂബ് ആവും നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ഈ പ്രൊജക്ഷൻ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വൽ ഡയമെൻഷൻസിൽ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പം എനിക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഇന്ന സാധനമാണ്, അതിന്റെ ഡയമെൻഷൻസ്
നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രൊജക്ഷൻ ഒക്കെ ചെയ്യുന്നത്. ആക്ച്വലി പ്രൊജക്ഷന്റെ വേർഡ് മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രോ ഫോർവേഡ് എന്നാണ്. ഇവിടെ നോക്ക്, ഈ ഒബ്ജക്റ്റിന്റെ മെയിൻ പോയിന്റ്സ് നിന്നൊക്കെ ഇവിടുന്ന് ലൈൻസിനെ ഫോർവേഡ് ചെയ്യാൻ ചെയ്യുന്നത്. അതായത് ലൈറ്റ് റേസ് ഇപ്പൊ ഇവിടെ നിന്ന് ഒരു ലൈറ്റ് റേസ് ഇവിടെ പോയി പതിച്ചാല് ഇവിടെ ഒരു പ്ലെയിൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലെയിനിൽ എവിടെയായിരിക്കും അത് വരുന്നതെന്നാണ് നമുക്ക് കാണുന്നത്. എന്നിട്ട് നമ്മൾ അത് ജോയിൻ ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? ഒരു ഷേപ്പ് കിട്ടും. അത് ഈ സൈഡിൽ, അതിന്റെ ആ ഒരു സൈഡിലുള്ള ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഒരു സൈഡിലുള്ള ഷേപ്പ് കിട്ടി. അപ്പൊ നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഈ സൈഡിൽ ഇങ്ങനെയാണ് ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ടോപ്പിൽ നിന്ന് നമ്മൾ റേസ് പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ കിട്ടി, നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. ഇനി അതുപോലെ അതിന്റെ ഫ്രണ്ട് സൈഡിൽ നിന്നും നമ്മൾ റേസ് പാസ് ചെയ്തു, നമുക്ക് എന്ത് കിട്ടും? ഇതുപോലെ പോയിന്റ്സ് കിട്ടും. അങ്ങനെ നമ്മൾ എല്ലാ സൈഡിലും നമ്മൾ റേസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ഒബ്ജക്റ്റ് എന്താണെന്ന്, എന്ത് ഷേപ്പിലാണെന്ന് മനസ്സിലാവും. അതിന്റെ കറക്റ്റ് ഡയമെൻഷനും നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സിംപ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സിംപ്ലി പ്രൊജക്ഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ മെയിൻ സൈഡിൽ, മെയിൻ പോയിന്റ്സിൽ നിന്ന് ലൈറ്റ് പാസ് ചെയ്താൽ നമുക്ക് ഒരു പ്ലെയിനിലോട്ട് നമ്മൾ ഇതിനെ പതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കുറെ പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ്സിൽ നമ്മൾ കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടി? അതിന്റെ ഷേപ്പ് കിട്ടി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇനി പ്രൊജക്ഷൻസ് നമ്മൾ ചെയ്യുന്നത് ചിലപ്പം ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഈ പോയിന്റിനെ നമുക്ക് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് ഈ പ്ലെയിനിൽ വരുത്താം. അല്ലെങ്കിൽ ഒരു ലൈൻ ആയിരിക്കും, ഈ ലൈനിനെ നമ്മൾ പ്രൊജക്ട് ചെയ്താൽ എന്ത് വരും? ഇവിടെ ഒരു പോയിന്റ് കിട്ടും. അതേപോലെ ഇൻലൈൻ ലൈനാണ്, ഇവിടുന്ന് ഇങ്ങോട്ടൊരു പോയിന്റ് കിട്ടും. അപ്പൊ നമ്മൾ പ്രൊജക്ഷൻ ചെയ്യുന്നത് ഒരു പോയിന്റിന്റെ ആവാം, അല്ലെങ്കിൽ ഒരു ലൈനിന്റെ ആവാം, ഒരു ഒബ്ജക്റ്റിന്റെ ആവാം. ഓക്കെ, the shapes and size of three-dimensional objects have to be represented on a two-dimensional drawing sheet. ഈ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് പ്രൊജക്ഷൻ? ഇസ് ദ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്ട് ഫോംഡ് ഓൺ എ പ്ലെയിൻ. ഒരു ഒബ്ജക്റ്റിനെ നമ്മളൊരു പ്ലെയിനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ സ്റ്റേഷൻ പോയിന്റ്? It's a point where the eye of the observer is assumed to be located while sighting the object. നമ്മളൊരു ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ നമ്മുടെ ഐ ഏത് പൊസിഷനിലാണോ ഉള്ളത്, ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് നമ്മളുടെ ഐയുടെ പൊസിഷൻ എവിടെയാണ് ഉള്ളത് എന്നതിനെയാണ് നമ്മൾ സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഇസ് എ പ്ലെയിൻ ഓൺ വിച്ച് ദ ഇമേജ് ഈസ് ഫോംഡ്, ഓൾസോ കോൾഡ് പിക്ചർ പ്ലെയിൻ. ഏത് സർഫസിലോട്ടാണോ നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇമേജിനെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ പിക്ചർ പ്ലെയിൻ എന്നും പറയാം. നെക്സ്റ്റ്, പ്രൊജക്ടേഴ്സ്. പ്രൊജക്ടർ എന്ന് പറയുന്നത് എന്താ? ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ ഡ്രോൺ ഫ്രം എ പോയിന്റ് ഓൺ ദി കോണ്ടൂർ ഓഫ് ആൻ ഒബ്ജക്ട് ടു ദ പ്ലെയിൻ ഓൺ വിച്ച് ദ ഇമേജ് ഓഫ് ദ ഒബ്ജക്ട് ഈസ് ഒബ്റ്റെയിൻഡ്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ പ്രൊജക്ടേഴ്സ്, അതായത് ലൈന് പാസ് ചെയ്യുന്നുണ്ടാവും പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊജക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സിസ്റ്റം ഓഫ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയും. ഈ പ്രൊജക്ഷനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു ഈ റേസിനെ നമ്മൾ എന്താണെന്ന് പറയുന്നത് പ്രൊജക്ടേഴ്സ് ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ പ്രൊജക്ടേഴ്സ് ഇങ്ങനെ, ഇപ്പം ഈ പിക്ചറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവര് ഇങ്ങോട്ട് കൺവേർജ് ചെയ്യുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെ? ഒരു പോയിന്റിലോട്ട് മീറ്റ് ചെയ്യുന്നത്. ഇനി ഇത് പാരലൽ ആയിട്ടാണോ കൺവേർജിങ് ആയിട്ടാണോ എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊജക്ഷനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം പ്രൊജക്ഷൻ നമുക്ക് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനും ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനും ഒബ്ലിക് പ്രൊജക്ഷനും ക്ലാസിഫൈ ചെയ്യാം. ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഉണ്ട്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ലൈൻസ്
അതായത് പ്രൊജക്ടേഴ്സ് എല്ലാം പാരലൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ ഒബ്സർവർ വളരെ അകലെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഒബ്ജക്റ്റിനോട് അടുത്ത് വരുന്ന സ്ഥലത്ത് നമുക്ക് എന്തായിട്ട് ഫീൽ ചെയ്യും? ഈ പ്രൊജക്ടേഴ്സ് ഒക്കെ പാരലൽ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ അപ്പം ഈ പ്രൊജക്ടേഴ്സ് പാരലൽ ആവണമെങ്കിലും എന്ത് ചെയ്യണം? ഈ ഒബ്സർവർ എവിടെയായിരിക്കണം? ഇൻഫിനിറ്റിയിലായിരിക്കണം. അതായത് അത്രയും ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും? ഈ പ്രൊജക്ടേഴ്സ് ഒക്കെ പാരലൽ ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള പ്രൊജക്ഷൻ ആണ് ഇത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ എന്തായിരിക്കും? ഈ പ്രൊജക്ടേഴ്സ് ഒക്കെ പാരലൽ ആയിരിക്കും, പരസ്പരം പ്രൊജക്ടേഴ്സ് പാരലൽ ആയിരിക്കും. പക്ഷേ ഈ പ്ലെയിൻ അതെന്തായിരിക്കും? പെർപെൻഡിക്കുലാറും ആയിരിക്കും. ഇനി നെക്സ്റ്റ് പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ കൺവേർജിങ് പ്രൊജക്ടേഴ്സ് നമുക്കുണ്ടെങ്കിൽ എന്താ? ഈ പ്രൊജക്ടേഴ്സ് ഒക്കെ ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്യുന്നതായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷനെയും ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനെയും നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആക്സണോമെട്രിക് പ്രൊജക്ഷൻ ആയിട്ടും. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന്റെ പിന്നീടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ആക്സണോമെട്രിക് പ്രൊജക്ഷനും മൾട്ടി വ്യൂവും. പിന്നെ ആക്സണോമെട്രിക്കിനെ തന്നെ നമുക്ക് വീണ്ടും ഐസോമെട്രിക്, ഡൈമെട്രിക്, ട്രൈമെട്രിക് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം. മൾട്ടി വ്യൂവിന് നമുക്ക് വീണ്ടും ഫസ്റ്റ് ആംഗിൾ, തേർഡ് ആംഗിൾ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി പെർസ്പെക്റ്റീവ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? അതിനെ പാരലൽ പെർസ്പെക്റ്റീവ്, ആംഗുലാർ പെർസ്പെക്റ്റീവ് ആൻഡ് ഒബ്ലിക് പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ 1 point പെർസ്പെക്റ്റീവ്, 2 point പെർസ്പെക്റ്റീവ് ആൻഡ് 3 point പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ജസ്റ്റ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞതേ ഉള്ളൂ. പാരലൽ പ്രൊജക്ഷനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനും ഒബ്ലിക് പ്രൊജക്ഷനും. ഈ ഓർത്തോഗ്രാഫിക്കും ഒബ്ലിക്കും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസിൽ പ്രൊജക്ടേഴ്സ് വ്യൂ പ്ലെയിനിന് പെർപെൻഡിക്കുലാർ ആയിരിക്കും. ഇനി ഒബ്ലിക്കിൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത് പ്ലെയിനിന് പെർപെൻഡിക്കുലാർ ആവണമെന്നില്ല. പക്ഷേ അത് ആ പ്രൊജക്ടേഴ്സ് പരസ്പരം എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. പക്ഷേ അത് ആ പ്ലെയിനിന്, വ്യൂ പ്ലെയിനിന് അല്ലെങ്കിൽ പിക്ചർ പ്ലെയിനിന് അത് പെർപെൻഡിക്കുലാർ ആവണമെന്നില്ല. അതാണ് ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനും ഒബ്ലിക് പ്രൊജക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് രണ്ടും ഏതാണ്? പാരലൽ പ്രൊജക്ഷനിൽ വരുന്നതാണ്. പെർസ്പെക്റ്റീവിൽ എങ്ങനെയായിരിക്കും? അത് കൺവേർജിങ് ആയിരിക്കും പ്രൊജക്ടേഴ്സ്. പാരലലില് പ്രൊജക്ടേഴ്സ് ഒക്കെ പാരലൽ ആയിരിക്കും. ഇനി നമുക്ക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷനായ മൾട്ടി വ്യൂ എന്താണ്, ആക്സണോമെട്രിക് പ്രൊജക്ഷൻ എന്താണെന്ന് ജസ്റ്റ് നോക്കാം. മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ സ്ലൈഡിൽ ഒരു സിലിണ്ടർ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സിലിണ്ടർ നമ്മൾ ഒരു സൈഡിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? അത് ഒരു റെക്റ്റാങ്കിൾ ആയിട്ടായിരിക്കും കിട്ടുക. ഇനി ഇത് മാത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. പകരം അതിൻ്റെ ടോപ്പ് വ്യൂവും കൂടെ നമ്മൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ ടോപ്പ് വ്യൂവിൽ അതെന്തായിരിക്കും ഉണ്ടാവുക? ഒരു സർക്കിൾ ആയിരിക്കും. സൈഡ് വ്യൂ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂവിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു റെക്റ്റാങ്കിൾ. ഇങ്ങനെ ഒരു സോളിഡ്സിൻ്റെ നമുക്ക് ഒന്നിലധികം വ്യൂകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ പ്രൊജക്ഷൻ ചെയ്യണമെങ്കിൽ അതിനെയാണ് നമ്മൾ മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒറ്റ വ്യൂവിൽ നമുക്ക് ആ ഒബ്ജക്റ്റ് എന്താണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മൾട്ടിപ്പിൾ വ്യൂസ് നമ്മൾ എടുക്കുന്നു. അതിനെയാണ് മൾട്ടി വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. The method of projection vary according to the direction in which the rays of sight are taken to the picture plane. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അതൊന്ന് ജസ്റ്റ് ഡെഫിനിഷൻസ് ആയിട്ട് ഈ സ്ലൈഡിലൊന്ന് ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റേസ് ആർ കൺവേർജിങ് ടു എ പെർട്ടിക്കുലർ സ്റ്റേഷൻ പോയിന്റ്. ഒബ്ലിക് പ്രൊജക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു? റേസ് ആർ പാരലൽ ബട്ട് ആൻ ആംഗിൾ ടു ദി പിക്ചർ പ്ലെയിൻ. ഓർത്തോഗ്രാഫിക് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? പാരലലും ആയിരിക്കും, റേസ് പരസ്പരം പാരലും ആയിരിക്കും. അത് പിക്ചർ പ്ലെയിൻ എന്തായിരിക്കും? പെർപെൻഡിക്കുലറും ആയിരിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലെയിൻസ് ഓഫ് പ്രൊജക്ഷൻ ആണ്. പ്ലെയിൻസ് ഓഫ് പ്രൊജക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇതിൽ ഒരു ഒബ്ജക്റ്റിനെ കാണിച്ചിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ നോക്കിയിട്ടുള്ള വ്യൂ അതിൻ്റെ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കുമല്ലോ ടോപ്പ് വ്യൂ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ
ഫ്രണ്ട് വ്യൂ നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ് വേർട്ടിക്കൽ പ്ലെയിൻ. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മെയിൻ പ്ലെയിനുകളാണുള്ളത്, ഹൊറിസോണ്ടൽ പ്ലെയിനും വേർട്ടിക്കൽ പ്ലെയിനും. ടോപ്പിൽ നിന്ന് അതിൻ്റെ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യുന്നതാണ് ഹൊറിസോണ്ടൽ പ്ലെയിനും, ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യുന്നതാണ് വേർട്ടിക്കൽ പ്ലെയിനും. The plane surfaces which are used to project the views of an object in multi-view projection are called principal planes or reference planes. Planes are mutually perpendicular. The plane which is horizontal is called horizontal plane or HP. The plane which is perpendicular is called vertical plane or VP. In order to get the side or end views of the object, a third vertical plane which is perpendicular to both HP and VP is called the profile plane. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഒബ്ജക്റ്റ് നമ്മളൊരു കോർഡിനേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, കോർഡിനേറ്റ് ആക്സിസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇനിയിപ്പോൾ നമ്മൾ 3 ഡയമെൻഷനിലെ ആക്സിസ് എടുക്കുമ്പം എങ്ങനെയായിരിക്കും നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ അതിൻ്റെ വ്യൂസ് നമ്മൾ പ്ലേസ് ചെയ്യുക. അതായത് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ടോപ്പ് വ്യൂ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കുമല്ലോ, ആ പ്ലെയിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലെങ്കിൽ HP എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ ഒരു വേർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും മാർക്ക് ചെയ്യുന്നത്, അതിനെയാണ് VP അല്ലെങ്കിൽ വേർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി സൈഡ് വ്യൂ നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ് പ്രൊഫൈൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റിനെ നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഇമേജ് വരുന്ന എവിടെയായിരിക്കും? ഈ പ്ലെയിനിലായിരിക്കും. ഈ പ്ലെയിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പം അതിൻ്റെ എവിടെയായിരിക്കും? ഇവിടെ ഇങ്ങനെയായിരിക്കില്ലേ വരുന്നത്, അതിൻ്റെ ഡ്രോയിങ് വരുന്നത് എവിടെയായിരിക്കും? ഈ പ്ലെയിനിലായിരിക്കും. ഇതിനെയാണ് വേർട്ടിക്കൽ പ്ലെയിൻ അല്ലെങ്കിൽ VP എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സൈഡ് വ്യൂ ഈ സൈഡിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ അതിനെന്ത് ഈ പ്ലെയിനിലോട്ടായിരിക്കും അത് പോകുന്നത്. അതിനെയാണ് നമ്മൾ പ്രൊഫൈൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ 3 പ്ലെയിനുകൾ, അതായത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, വേർട്ടിക്കൽ പ്ലെയിൻ, പ്രൊഫൈൽ പ്ലെയിൻ, മൂന്നും എങ്ങനെയാണ് പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ, അതായത് ഇതുമായിട്ട് 90 ഡിഗ്രി ആണ് മേക്ക് ചെയ്യുന്നത്. പ്രൊഫൈൽ പ്ലെയിന് HP ആയിട്ടും VP ആയിട്ടും 90 ഡിഗ്രി ആയിട്ടാണ് മേക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.